നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വിളവ് കുറഞ്ഞതിനാൽ വലിയ നഷ്ടം സംഭവിച്ചു എന്ന് ചേർപ്പ് ജൂബിലി തേവർപ്പടവിലെ കർഷകർ. ഇക്കുറി തുച്ഛമായ വിളവാണ് കർഷകർക്ക് ലഭിച്ചത്. തൃശൂർ പൂരക്കാലത്തിലേക്ക് പൂരത്തിന്റെ വരവറിയിച്ച് പറമിക്കാവ് ഭാഗത്തിന്റെ മണികണ്ഠനാൽ പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ആരംഭിച്ചു. മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം 2. വാർത്തകൾ വിശദമായി. വിളവ് കുറഞ്ഞതിനാൽ വലിയ നഷ്ടം സംഭവിച്ച ജില്ലയിലെ കോൾപ്പടവിൽ ഭീമമായ നഷ്ടം നേരിടേണ്ട ഗതികേടാണ് ചേർപ്പ് ജൂബിലി തേവർപ്പടവിലെ കർഷകർക്ക്. ഇപ്രാവശ്യം തുച്ഛമായ വിളവാണ് ലഭിച്ചത്. 950 ഏക്കറിൽ 650 ഏക്കർ ഭാഗത്തെ കൊയ്ത്ത് കഴിഞ്ഞതിന്റെ കണക്ക് നോക്കിയാൽ ചരിത്രത്തിലില്ലാത്ത നഷ്ടമാണ് കർഷകർക്ക് പറയാനുള്ളത്. ഒരേക്കറിന് 3000 മുതൽ 3200 വരെ കിട്ടിയിരുന്ന പടവുകളിൽ 2000 മുതൽ 500 വരെയായി കുറഞ്ഞു. 7 ഏക്കറിൽ കൃഷി ചെയ്ത തനിക്ക് 335 ചാക്ക് കിട്ടേണ്ടടുത്ത് ആകെ കിട്ടിയത് 30 ചാക്ക് മാത്രമാണെന്ന് പടവ് പ്രസിഡന്റ് മജീദ് മുത്തള്ളിയാൽ പറഞ്ഞു. 4 ലക്ഷം രൂപയുടെ കുറവുണ്ടായെന്നും വരൾച്ച മുന്നിൽ കണ്ട ജലക്ഷാമം ഉണ്ടാകാതിരിക്കാൻ വെള്ളം വറ്റിക്കുന്നത് 1.5 മാസത്തോളം വൈകിപ്പിച്ചു. ഇതുമൂലം നിലമൊരുക്കാൻ കാലതാമസം നേരിടേണ്ടത് ഒരു കാരണമായി. തണ്ടുതുരപ്പന്റെ ശല്യവും മഞ്ഞളിപ്പും സാരമായി ബാധിച്ചു. ഇതിപ്പോൾ ഈ വർഷത്തെ ഈ നെല്ലിൻ്റെ മോശം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് എൻ്റെ ഓർമ്മയിൽ ഇത്രയും മോശം കൃഷി, ഇത്രയും നെല്ല് കുറവായിട്ടുള്ളൊരു വർഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണം കളക്ടറുടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അതായത് ആഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ ഇവിടെ പമ്പിങ് തുടങ്ങിയതാണ്. ഓണം കഴിഞ്ഞിട്ട് പിന്നെ പമ്പിങ് തുടങ്ങി. അപ്പോൾ പെട്ടെന്നൊരു ഓർഡർ വന്നു, ഡാമിൽ വെള്ളമില്ല, അതുകൊണ്ട് ഒക്ടോബർ 1 വരയ്ക്കും പമ്പിങ് നിർത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് കളക്ടർ ഒരു ഓർഡർ വന്നു. അപ്പോൾ അതുകൊണ്ട് പണി വൈകിപ്പിക്കുക സ്വാഭാവികമായിട്ടും 1-1.5 മാസം പെയ്ത മഴയുടെ വെള്ളം മുഴുവൻ നമുക്ക് കടലിലേക്ക് തുറന്നു കളയേണ്ടി വന്നു, ഇവിടുന്ന് ഉള്ള വെള്ളങ്ങൾ. അപ്പോൾ അപ്പോൾ ഈ 1.5 മാസം മുന്നേ കൃഷി തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ 1 മാസം മുമ്പ് നമ്മുടെ കൊയ്ത്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് ഉമാന്ന് പറയുന്ന നെൽവിത്താണ്. ഈ ഉമാന്ന് പറയുന്ന നെൽവിത്തിന് ചൂട് ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് താങ്ങില്ല. പിന്നെ അതോടൊപ്പം തന്നെ കേടുകൾ, തണ്ടുതുരപ്പൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ടായി. അതും ഈ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടാണ്. അതുപോലെ ചാഴി, അങ്ങനെ കീടബാധകൾ, ബ്ലാസ്റ്റ്, മറ്റേ ബാക്ടീരിയൽ രോഗങ്ങൾ, ഇലകരിച്ചിൽ, അങ്ങനെ എല്ലാവിധ ഇതും ആക്രമിച്ച് വന്നപ്പോൾ കർഷകർക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് പറയുന്ന അവസ്ഥയാണ്. കാരണം ആഴ്ചയിലും മരുന്നടിക്കേണ്ട അവസ്ഥയാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൊണ്ടാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഓർമ്മ ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് കൃഷിയുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച നാളോട്ട് കൃഷിയുണ്ട്. ഈ കൊല്ലം വരയ്ക്കും ഇത്രയും മോശമായിട്ടുള്ളൊരു വിളവെടുപ്പ് ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല. അത്രയും മോശമൊന്നുമില്ല. ചിലർക്കൊക്കെ 4 ഏക്കർ കൊയ്തിട്ട് 40 ചാക്ക് നെല്ല് ഇല്ല എന്ന് പറയണത്. അതായത് 1 ഏക്കർ ആവറേജ് ഇവിടെ വിളവ് കിട്ടുന്ന 40-42 ചാക്ക് നെല്ല് കിട്ടണടുത്ത് 4 ഏക്കർ കൊയ്തിട്ട് പോലും 40 ചാക്ക് നെല്ലില്ല. അതായത് ഇറക്കിയ കാശ് കിട്ടല്ല, ഈ കൊയ്യാനുള്ള കാശും അതിനുള്ള കാശ് പോലും കിട്ടാത്തൊരവസ്ഥയാണ് പലർക്കും. കഴിഞ്ഞ തവണ 22 ലക്ഷം കിലോ നെല്ല് ലഭിച്ച പടവിൽ ഈ കൊല്ലം അതിന്റെ പകുതിയെ കിട്ടാൻ വഴിയുള്ളൂ. ജൂബിലി പടവിൽ 3.5 കോടി രൂപയുടെ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മജീദ് പറഞ്ഞു. കാലാവസ്ഥയിൽ വന്ന മാറ്റമാണ് പ്രധാന കാരണമെന്നാണ് ചേർപ്പ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. നഷ്ടത്തെക്കുറിച്ചും അതിന്റെ കാരണത്തെക്കുറിച്ചും പഠനം നടത്തണമെന്ന് ജില്ലാ കോൾ കർഷക സംഘം പ്രസിഡന്റ് കെ കുച്ചു മുഹമ്മദ് പറഞ്ഞു. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠനാൽ പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു. സ്വരാജ് റൗണ്ടിൽ കുറുപ്പം റോഡ് ജംഗ്ഷനിലാണ് പന്തൽ നിർമ്മാണം.
പാറമേക്കാവ് മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരി ഭൂമി പൂജ നടത്തിയ ശേഷം 9-നും 10:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് കാൽനാട്ടൽ കർമ്മം നടന്നത്. പൂരത്തിനോടനുബന്ധിച്ചുള്ള പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. 13-നാണ് പൂരം കൊടിയേറ്റ്. പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും അന്ന് തന്നെ കൊടിയേറ്റ് നടക്കും. ഏപ്രിൽ 19-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ തണ്ണീർപന്തൽ ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി തണ്ണീർപന്തൽ ഉദ്ഘാടനം ചെയ്തു. മിനറൽ വാട്ടർ, തണ്ണിമത്തൻ, സംഭാരം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. മജീദ് മുത്തുള്ളിയാൽ, ഷാജി കള്ളിയത്ത്, ഉണ്ണികൃഷ്ണൻ AS, KK രാമൻ, റീജ ജോണി, ലത സുരേന്ദ്രൻ, MS രേഖ, മുൻ ഡയറക്ടർ സിജോ ജോർജ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ എല്ലാ കൊല്ലം നമ്മൾ ഈ വേനൽക്കാലത്ത് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ തണ്ണീർപന്തൽ ഒരുക്കാറുണ്ട്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് ഈ തണ്ണീർപന്തൽ ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത്. ഈ കൊടും വേനലിൽ ഈ നാട്ടുകാർക്ക് ദാഹജലം നൽകുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. ആ ദാഹജലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തണ്ണിമത്തനും നമ്മുടെ സംഭാരവും മിനറൽ വാട്ടറും ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം 2ആയി. ആനന്ദപുരം സ്വദേശി പൊന്നത്ത് വീട്ടിൽ പ്രഭാകരന്റെ മകൻ സന്തോഷാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം ഉത്സവത്തിന്റെ ആറാട്ടിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടെയാണ് മൂർക്കനാട് ആലുംപറമ്പിൽ വെച്ച് സംഘർഷം നടന്നത്. മുൻപ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണെന്നാണ് പോലീസ് പറഞ്ഞു. സംഘം ചേർന്ന് ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ 6ഓളം പേർക്ക് കുത്തേറ്റിരുന്നു. ഇതിൽ വെളുത്തൂർ സ്വദേശി 21 വയസ്സുള്ള അക്ഷയ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. 4 പേർ ഇപ്പോഴും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതര പരിക്കേറ്റ സന്തോഷ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണപ്പെട്ടത്. ഇയാളുടെ ആന്തരിക അവയവങ്ങൾക്ക് കത്തിക്കുത്തിൽ പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന പ്രതികൾ ഇനിയും പിടിയിലായിട്ടില്ല. പോലീസ് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. 2 മാസം മുൻപ് മൂർക്കനാട് വെച്ച് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. വെള്ളാങ്ങല്ലൂർ വടക്കുംകര സ്വദേശി കുന്നുത്താൻ വീട്ട് 32 വയസ്സുള്ള മെജോ, കരുവന്നൂർ ചെറിയപാലം സ്വദേശി പൂക്കാട്ടിൽ വീട്ടിൽ അതുൽ കൃഷ്ണ എന്ന 23 വയസ്സുള്ള അപ്പു, അമ്മാടം പർപ്പക്കടവ് സ്വദേശി പുത്തൻപുരയ്ക്കൽ 21 വയസ്സുള്ള അക്ഷയ്, കാറളം സ്വദേശികളായ പാടേക്കാരൻ 23 വയസ്സുള്ള ഫാസിൽ, ജിഷ്ണു എന്ന 26 വയസ്സുള്ള വാവ എന്നിവരും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് പിടിയിലായത്. ഇതിൽ മെജോ എന്നയാൾ ഇരിങ്ങാലക്കുടയിൽ നടന്ന ചുണ്ണാമ്പ് തെറിച്ചതുമായി ബന്ധപ്പെട്ട് ഒരാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട DYSP കുഞ്ഞിമൊയ്തീൻ കുട്ടിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസും സ്ക്വാഡ് അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഇന്നലെ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി. തെളിവുകൾ ശേഖരിച്ചു. സംഭവത്തിൽ ഇനിയും പ്രതികൾ പിടികൂടുവാനുണ്ട്. ചിലർ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ വിജയിപ്പിക്കണമെന്ന് ഇടത് കർഷക സംഘടന നാട്ടിക അസംബ്ലി മണ്ഡലം കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. കൺവെൻഷൻ കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന കൺവെൻഷനിൽ PT സണ്ണി അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് KK രാജേന്ദ്രബാബു, കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ്, കിസാൻ സഭ ജില്ലാ വൈസ് പ്രസിഡന്റ് MV സുരേഷ്, KS മോഹൻദാസ്, PK ലോഹിതാക്ഷൻ, PA ഷിജിത്ത്, രാജൻ കാര്യാട്ടുപറമ്പിൽ, MG ജയകൃഷ്ണൻ, VR മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. നവരശ്മി ബാലജന സഖ്യം രജത ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി മുൻകാല പ്രവർത്തകരെ ചേർപ്പിൽ ആദരിച്ചു. സംഗമം ഡോക്ടർ CV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നവരശ്മി സ്ഥാപകൻ ജോൺസൺ ചിറമൽ, TT പോൾ, KL ആന്റണി, KB പ്രമോദ് എന്നിവർ സംസാരിച്ചു. 20ഓളം പേർ ആദരവ് ഏറ്റുവാങ്ങി. മുൻകാല പ്രവർത്തനാനുഭവങ്ങളും പ്രവർത്തകർ രജത വസന്ത ആദര സംഗമത്തിൽ പങ്കുവച്ചു. പഴുവിൽ വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ഏപ്രിൽ 12, 13, 14, 15 എന്നീ ദിവസങ്ങളിൽ ആഘോഷിക്കും. ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് കാരുണ്യഭവനം എന്ന പദ്ധതി പ്രകാരം പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കും.
തിരുനാൾ കൊടിയേറ്റം ഏപ്രിൽ 7 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിക്കും. തുടർന്ന് തിരുനാൾ സപ്ലിമെന്ററി പ്രകാശനവും നടത്തും. ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം ഏപ്രിൽ 12 വെള്ളിയാഴ്ച വൈകിട്ട് നടക്കും. ഏപ്രിൽ 13 ശനിയാഴ്ച ഇടവകപ്പള്ളിയിൽ വൈകിട്ട് 4 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷ, തുടർന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് പ്രദക്ഷിണം എന്നിവ നടക്കും. തിരുനാൾ ദിനമായ ഏപ്രിൽ 14 ഞായറാഴ്ച കാലത്ത് 6:30 ഇടവകപ്പള്ളിയിലും 8-നും 10:30 വൈകിട്ട് 4-നും തീർത്ഥകേന്ദ്രത്തിലും വിശുദ്ധ കുർബാന നടക്കും. 8-ാം ഏപ്രിൽ 21 ഞായറാഴ്ച ആഘോഷിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, ഫാദർ എഡ്വിൻ ചെറുപറമ്പിൽ, മാനേജിംഗ് ട്രസ്റ്റി റാഫി ആലപ്പാട്ട്, തിരുനാൾ ജനറൽ കൺവീനർ ജോയ് ചാലിശ്ശേരി, തിരുനാൾ പബ്ലിസിറ്റി കൺവീനർ ഷെറിൻ തേർമടം, PRO ടെബി ആലപ്പാടൻ എന്നിവർ പങ്കെടുത്തു. പടവിൽ വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥകേന്ദ്രത്തിലെ കൂട്ടുതിരുന്നാളാണ് ഏപ്രിൽ 12, 13, 14, 15 വെള്ളി, ശനി, ഞായർ, തിങ്കൾ എന്നീ ദിവസങ്ങളിലായിട്ട് ആഘോഷിക്കുന്നു. തിരുനാളിൻ്റെ നടത്തിപ്പ് അതിനായി 51 അംഗ തിരുനാൾ കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. മാനേജിംഗ് ട്രസ്റ്റി റാഫി ആലപ്പാട്ട്, മറ്റ് ട്രസ്റ്റിമാരായിട്ടുള്ള ജെയിംസ് ചാലിശ്ശേരി, സോബി കുറ്റിക്കാട്ട്, ഡിനോ ദേവസി, തിരുനാൾ ജനറൽ കൺവീനർ ജോയ് ചാലിശ്ശേരി, ടെബി ആലപ്പാട്, പള്ളിയിൽ കൊറോനപ്പള്ളി PRO, തിരുനാൾ പബ്ലിസിറ്റി കൺവീനർ ഷെറിൻ തേർമടം എന്നിവരുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ നടന്നു വരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6415 രൂപ, പവന് 51,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിളവ് കുറഞ്ഞതിനാൽ വലിയ നഷ്ടം സംഭവിച്ചു എന്ന് ചേർപ്പ് ജൂബിലി തേവർ പടവിലെ കർഷകർ. ഇക്കുറി തുച്ഛമായ വിളവാണ് കർഷകർക്ക് ലഭിച്ചത്. തൃശൂർ പൂരക്കാലത്തിലേക്ക് പൂരത്തിന്റെ വരവറിയിച്ച് പറമിക്കാവ് ഭാഗത്തിന്റെ മണികണ്ഠനാൽ പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ആരംഭിച്ചു. മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം 2ആയി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.